കൊച്ചി കണ്ണങ്ങാട്ട് പാലത്തിൽ നിന്ന് കായലിൽ ചാടിയ യുവാവിന് വേണ്ടി 4 മണിക്കൂറിന് ശേഷം തിരച്ചിൽ തുടങ്ങി. തിരച്ചിലിനായി മത്സ്യത്തൊഴിലാളികളെ എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ബി പിള്ളയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്രീലക്ഷ്മി, വലിയ പ്രതിഷേധമുണ്ടായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരാൾ കായലിൽ ചാടിയിട്ട് തിരച്ചിൽ നടത്താത്തതിൽ. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എത്തി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇവർ വാർത്ത അറിഞ്ഞെത്തിയതാണോ, മറ്റാരെങ്കിലും എത്തിച്ചതാണോ? പ്രവിധ ഇപ്പോൾ 4 മണിക്കൂറിന് ശേഷമാണ് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അതും ഫയർഫോഴ്സും പോലീസും വന്നിട്ട് പോലും തെരച്ചിൽ നടത്തിയിരുന്നില്ല. അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് തങ്ങൾക്ക് തെരച്ചിൽ നടത്താൻ പറ്റത്തില്ല, കാരണം സുരക്ഷാ കാരണത്താൽ തങ്ങൾക്ക് തെരച്ചിൽ നടത്താൻ പറ്റില്ലെന്നായിരുന്നു ഫയർഫോഴ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തെരച്ചിലിന് ഇറങ്ങിയിരിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തെരച്ചിലിന് ഇറങ്ങിയിരിക്കുന്നത്. 4 മണിക്കൂറുകളായി ഇപ്പോൾ ആ യുവാവ് കായലിലേക്ക് ചാടിയിരിക്കുന്നത്. ഈ 4 മണിക്കൂറായിട്ട് പോലും തെരച്ചിൽ നടത്താത്തതിനെ തുടർന്ന് വാഹനങ്ങൾ തടഞ്ഞുപോലുമുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് 4 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമായും അവർക്കും നേരിടുന്ന പ്രശ്നം ലൈറ്റ് ഇല്ല, അതുപോലെ തന്നെ വേണ്ട തെരച്ചിൽ നടത്താനുള്ള വേണ്ട സുരക്ഷാ കാരണങ്ങളില്ല എന്നുള്ളൊരു കാരണമാണ് ഇപ്പോൾ അവരും മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. എന്നാൽ അവർ പറയുന്നത് തങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള തെരച്ചിൽ തങ്ങൾ നടത്തും എന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പ്രവിധ, ശരി. ശ്രീലക്ഷ്മി ബി പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.